ഹായ്, വെൽക്കം ടു റെനീസ് PSC സോൺ. നമുക്ക് LDC പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് പഠിക്കാം. LDC തിരുവനന്തപുരം എക്സാമിൽ നാം കണ്ടതാണ്. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. വയനാട് ഉരുൾപൊട്ടലിൽ എത്തിയ പ്രത്യേക പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡുകൾ ഏതൊക്കെയാണ്? ആ ഡോഗ് സ്ക്വാഡുകൾ മാഗി, മായ, മർഫി. എന്താണ്? മാഗി, മായ, മർഫി. അടുത്ത ക്വസ്റ്റ്യൻ, ബെയ്ലി പാലം നിർമ്മിക്കുവാൻ കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. ബെയ്ലി പാലം നിർമ്മിക്കാൻ കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്. എഞ്ചിനീയർ ആരാണ്? മേജർ സീത ഷെൽക്കെ. എഞ്ചിനീയർ മേജർ സീത ഷെൽക്കെ. ബെയ്ലി പാലത്തിൻ്റെ വിശദമായ നോട്ട്സും ക്ലാസ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ഈ നോട്ട്സ് വിശദമായ നോട്ട്സാണ്. ഇതിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും കാണുക. വിനോദ സഞ്ചാര കേന്ദ്രമായിരുന്ന സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷമായി. ഏത് വെള്ളച്ചാട്ടമാണ് വയനാട് ഉരുൾപൊട്ടലിൽ അപ്രത്യക്ഷമായത്? സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം. മുണ്ടകയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് ബോംബ് സ്ഫോടനത്തിന് തുല്യമായ അവസ്ഥയിലാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. മുണ്ടകയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയത് ബോംബ് സ്ഫോടനത്തിന് തുല്യമായ അവസ്ഥയിലാണെന്ന് ആരാണ് പറഞ്ഞത്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. കൂറ്റൻ പാറക്കെട്ടുകൾ തകർന്ന് തെറിച്ചത് ആഘാതം വർദ്ധിപ്പിച്ചു. ചാർനോക്കൈറ്റ് വിഭാഗത്തിലുള്ള പാറകളാണ് ഈ പ്രദേശത്തെ കുന്നുകളുടെ പ്രത്യേകത. ഈ പ്രദേശത്തെ കുന്നുകളുടെ പ്രത്യേകത ഏത് തരത്തിലുള്ള പാറകൾ? ചാർനോക്കൈറ്റ് വിഭാഗത്തിലുള്ള പാറകൾ. ഉരുൾപൊട്ടൽ അറിയാൻ ആപ്പ് വെബ്സൈറ്റിൽ വരും. ആപ്പിൻ്റെ പേരെന്താണ്? LSM, ലാൻഡ് സ്ലൈഡ് സസ്പെക്റ്റബിലിറ്റി മാപ്പ്. എന്താണ്? ലാൻഡ് സ്ലൈഡ് സസ്പെക്റ്റബിലിറ്റി മാപ്പ്. മുൻപ് 1984 ഇവിടെ ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് ആഘാതം കുറവായിരുന്നു. 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉരുൾപൊട്ടലിൽ കേരളത്തിൻ്റെ സ്ഥാനം 6. എത്ര സ്ഥാനമാണ് കേരളത്തിന്? 6ാം സ്ഥാനം. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വധിക്കപ്പെട്ടു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു ഹമാസ് നേതാവ്. അപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് ആരാണ്? മസൂദ് പെസഷ്കിയാൻ. ലോക്സഭാ നടപടിക്രമങ്ങൾ ഇനി യൂട്യൂബ് വഴി മലയാളത്തിലും കേൾക്കാം. എന്താണ്? ലോക്സഭാ നടപടിക്രമങ്ങൾ ഇനി യൂട്യൂബ് വഴി മലയാളത്തിലും. മലയാളമടക്കം 8 ഭാഷകളിൽ കേൾക്കാൻ കഴിയും. സൺസദ് TVയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത് സാധിക്കുന്നത്. മറ്റ് ഭാഷകൾ തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, അസമീസ്, ഒഡിയ, ബംഗ്ല, മറാഠി. ഓക്കെ, എത്ര ഭാഷകൾ? 8 ഭാഷകളിൽ. മലയാളം ഉൾപ്പെടെ 8 ഭാഷകൾ. ഏതൊക്കെയാണ്? തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, അസമീസ്, ഒഡിയ, ബംഗ്ല, മറാഠി, മലയാളം. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്ന ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ്. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്ന ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ്. ലോക അത്ലറ്റിക്സ് സംഘടനയാണ് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ സ്വർണ്ണ ജേതാവിന് മാത്രമാണ് നൽകുന്നത്. $50,000 സമ്മാനത്തുക. ഏകദേശം 41.85 ലക്ഷം രൂപ. എന്താണ് ക്വസ്റ്റ്യൻ? ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കുന്ന ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ്. ലോക അത്ലറ്റിക്സ് സംഘടനയാണ് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചത്. തുടക്കത്തിൽ സ്വർണ്ണ ജേതാവിന് മാത്രം $50,000, ഏകദേശം 41.85 ലക്ഷം രൂപ. സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. എന്താണ്? സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്ന് ട്രൈബൽ എന്ന വാക്ക് മാറ്റണമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ബദലായി OpenAI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ സെർച്ച് GPT. ഗൂഗിൾ സെർച്ച് എഞ്ചിന് ബദലായി OpenAI വികസിപ്പിച്ച സെർച്ച് എഞ്ചിൻ സെർച്ച് GPT.
രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി വിസ്താര. രാജ്യാന്തര വിമാന സർവീസുകളിൽ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ നൽകുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി വിസ്താര. വ്യോമയാന ബില്ലിൽ പരിഷ്കരണം. എന്ത് പരിഷ്കരണമാണ്? പരിഷ്കരിച്ച ബില്ലിന് ഭാരതീയ വായുയാൻ വിധായക് എന്ന ഹിന്ദി പേര് നൽകി. പരിഷ്കരിച്ച ബില്ലിന് എന്ത് പേരാണ് നൽകിയത്? ഭാരതീയ വായുയാൻ വിധായക്. ഇതിനെതിരെ പ്രതിപക്ഷ രംഗത്ത് വന്നിട്ടുണ്ട്. 1934 ഇന്ത്യൻ എയർക്രാഫ്റ്റ് ലോയ്ക്ക് പകരം ആണ് ഈ പേര്. എന്ത് പേര്? ഭാരതീയ വായുയാൻ വിധായക്. ലോകസഭയിൽ ഈ ബിൽ അവതരിപ്പിച്ചത് വ്യോമയാന മന്ത്രിയായ കെ റാം മോഹൻ നായിഡു. അപ്പോൾ ഇപ്പോഴത്തെ വ്യോമയാന മന്ത്രി ആരാണ്? കെ റാം മോഹൻ നായിഡു. അപ്പോൾ വ്യോമയാന ബില്ലിൽ പരിഷ്കരണം. ഇന്ത്യൻ എയർക്രാഫ്റ്റ് ലോയ്ക്ക് പകരം എന്ത് പേരാണ് നൽകാൻ പോകുന്നത്? ഭാരതീയ വായുയാൻ വിധായക്. കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശമുണ്ടെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കാർട്ടൂണിസ്റ്റുകൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള മൗലികാവകാശമുണ്ടെന്ന് വിധി പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടാണ് സേവ. എന്താണ് സേവ? സെബി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് സേവ. സേവയുടെ എന്താണ്? സെബീസ് വെർച്വൽ അസിസ്റ്റൻ്റ്. എന്താണ് സേവ എന്ന് വെച്ചാൽ? സെബീസ് വെർച്വൽ അസിസ്റ്റൻ്റ്. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം, അതായത് സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി. ഇന്ത്യയിലെ ആദ്യ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയമായ സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹി. ഹുമയൂൺ ശവകുടീരത്തിലാണ് ഈ മ്യൂസിയം നിലവിൽ വന്നത്. മധ്യകാലത്തിൽ നിലനിന്നിരുന്ന ജലസംഭരണികളായിരുന്ന ബവോലിസ് നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹി. പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ജൻ സുരാജ് പാർട്ടി, ബീഹാർ. പ്രശാന്ത് കിഷോർ ആരംഭിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ജൻ സുരാജ് പാർട്ടി. എവിടെയാണ്? ബീഹാർ. നമ്മുടെ തമിഴ് താരം വിജയുടെ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം. എന്താണ്? തമിഴക വെട്രി കഴകം. 2024 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ലൂയിസ് ഹാമിൽട്ടൺ. 2024 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ലൂയിസ് ഹാമിൽട്ടൺ. അടുത്തത് ഒരു വ്യക്തിത്വം. അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. അദ്ദേഹം ആരാണ്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ആരാണ് അൻഷുമാൻ ഗെയ്ക്വാദ്? മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2025 പുരുഷ ഏഷ്യ കപ്പ് വേദി ഇന്ത്യ. 2025 പുരുഷ ഏഷ്യ കപ്പ് വേദി എവിടെയാണ്? ഇന്ത്യ. 34 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വേദിയാകുന്നത്. 2027 വേദി ബംഗ്ലാദേശ്. അപ്പോൾ 2025 പുരുഷ ഏഷ്യ കപ്പ് വേദി ഇന്ത്യ, 2027 വേദി ബംഗ്ലാദേശ്. ഇന്ത്യ 34 വർഷത്തിന് ശേഷമാണ് വേദിയാവുന്നത്. ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? മസൂദ് പെസഷ്കിയാൻ. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ഓർമ്മയുണ്ടല്ലോ, മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസ് കൊല്ലപ്പെട്ടായിരുന്നു. അടുത്തത് UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. UPSCയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ. മുൻപത്തെ ചെയർപേഴ്സൺ മനോജ് സോണി. മുൻപത്തെ UPSCയുടെ ചെയർപേഴ്സൺ മനോജ് സോണി. നിലവിൽ പ്രീതി സുധൻ. 7 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം വെനസ്വേല. 7 ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ച രാജ്യം ആരാണ്? വെനസ്വേല. പുതിയ പ്രസിഡന്റ് ആരാണ്? നിക്കോളാസ് മദുറോ. തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ. നിക്കോളാസ് മദുറോയുടെ നിയമനം അംഗീകരിക്കാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് നയതന്ത്രജ്ഞരെ തിരിച്ചു വിളിച്ചത്. അടുത്തത് ഔറോ പൗഷെ വൈറസ് ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ബ്രസീൽ. എന്ത് വൈറസ്? ഔറോ പൗഷെ വൈറസ് ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ബ്രസീൽ. ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിച്ചത് 1955 കണ്ടുപിടിച്ചത്.
അടുത്തത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് 2024 ലഭിച്ചത് ടി പത്മനാഭൻ. സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? ടി പത്മനാഭൻ. ടി പത്മനാഭൻ ലഭിച്ച മറ്റ് അവാർഡുകളാണ് 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭന്. പിന്നെ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരവും ടി പത്മനാഭന് ലഭിച്ചിട്ടുണ്ട്. 2024 അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരിയാണ് ഫ്രാൻസിൻ പാസ്കൽ. 2024 അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരി ഫ്രാൻസിൻ പാസ്കൽ. അവരുടെ നോവൽ സീരീസാണ് സ്വീറ്റ് വാലി ഹൈ. എന്താണ് സ്വീറ്റ് വാലി ഹൈ? 2024 ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അഹോം രാജവംശത്തിൻ്റെ മൈതാം ശവകുടീരം ഏത് സംസ്ഥാനത്തിലാണ്? അസം. ഏത് രാജവംശത്തിൻ്റെ? അഹോം രാജവംശത്തിൻ്റെ മൈതാം ശവകുടീരം ഏത് സംസ്ഥാനത്തിൽ? അസം. വടക്ക് കിഴക്കൻ ഇന്ത്യയിലാദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിലെത്തിയ ആദ്യ ശവകുടീരമാണ് മൈതാം ശവകുടീരം. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏതാണ്? മൈതാം ശവകുടീരം. 600 വർഷത്തിലേറെ ഭരണം നടത്തിയ രാജവംശമാണ് അഹോ രാജവംശം. എത്ര വർഷത്തിൽ? 600 വർഷത്തിലേറെ ഭരണം നടത്തിയ രാജവംശമാണ് അഹോം രാജവംശം. യുനെസ്കോയുടെ 43ാമത്തെ ഇന്ത്യൻ സൈറ്റാണ് ഈ മൈതാം ശവകുടീരം. എത്രാമത്തെ ഇന്ത്യൻ സൈറ്റ്? 43ാമത്തെ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 46ാമത് യോഗം നടന്നത് ഡൽഹിയിൽ വെച്ചാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 46ാം യോഗം നടന്നത് എവിടെയാണ്? ഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത്? ബോംബർഡിയർ CRJ-200. 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത്? ബോംബർഡിയർ CRJ-200. ഏത് എയർലൈൻസിൻ്റെയാണ് ഈ വിമാനം? ശൗര്യ എയർലൈൻസിൻ്റെ വിമാനമാണ് ബോംബർഡിയർ CRJ-200. 2024 ജൂലൈയിൽ നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് എതിരായി പ്രമേയം പാസാക്കിയത് കർണാടക. 2024